ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. എൻ്റെ മോനെ നാളെ ഹോസ്റ്റലിലേക്ക് പോവാം, അവൻ്റെ വിദ്യാഭ്യാസം തുടരുവാൻ. ഞാൻ അതുകൊണ്ട് കുറച്ചു മുമ്പ് അവൻ്റെ തുണിയൊക്കെ തേക്കുകയായിരുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ അപ്പുറത്തെ മുറിയിൽ അടുക്കളയിൽ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുക, അതുപോലെ ഏതാണ്ടൊക്കെ അവന് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തുണി തേച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരുന്നു. പപ്പ എന്തുവാ ചെയ്യുന്നതെന്നും ഒക്കെ പറഞ്ഞ് നോക്കിയും കണ്ടുമൊക്കെ ഇരുന്നോടത്ത് അവനോട് ചോദിച്ചു, പപ്പ ഞാൻ നാളെ പോവുക, പപ്പായ്ക്ക് ഉള്ളിൽ ഇത്തിരി വിഷമം ഉണ്ടായിരിക്കുമല്ലേ ഞാൻ ദൂരെ പോകുമ്പോൾ. ഞാൻ അവനോട് പറഞ്ഞു, എടാ മോനെ, നിൻ്റെ ഭാവിക്ക് വേണ്ടി നീ പോകുന്നത് ഓർക്കുമ്പം പപ്പായ്ക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നീ അവിടെ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നീ മറ്റുള്ളവരുടെ ചെരുപ്പാകരുത്. നിൻ്റെ കൂട്ടുകാരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കും, നല്ല കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും, താഴേക്കിടയുള്ളവരായിരിക്കും, പല കുടുംബത്തിൽ നിന്ന് വന്നവരാണ് നിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. നീ ആരുടെയും ഒരു ചെരുപ്പായി മാറരുത്. ചെരുപ്പിനുള്ളൊരു പ്രത്യേകത എന്നറിയുമോ? അതിൻ്റെ വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് ദൂരെ കളയും. ചെറിയ നിൻ്റെ ഒരു കുറ്റങ്ങൾ മതി അവർ നിന്നെ വലിച്ചെറിയാൻ. നിന്നെ എന്നല്ല, ഒരു ചെരുപ്പ് വലിച്ചെറിഞ്ഞാൽ മറ്റേതും വലിച്ചെറിയും, നല്ലതും കൂടെ. അതുകൊണ്ട് ആരുടെ ചെരുപ്പായിട്ട് ജീവിക്കരുത്. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പ എന്നെ വളർത്തി വലുതാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ. ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കിയടാ മോനെ, നിന്നെ വളർത്തി ഇത്രത്തോളം ആക്കാനായിട്ട് എന്നേക്കാൾ കൂടുതൽ ദുരിതങ്ങൾ സഹിച്ചത്, നിന്നെ വളർത്താൻ കഷ്ടപ്പെടുന്ന പറയാൻ സാധിക്കില്ല, കാരണം അതൊരു കടമയാണ്. നിൻ്റെ അമ്മയാണ്. ജനിച്ച നാൾ മുതൽ നിന്നെ അവളെ കൈവെള്ളയിലാണ് വെച്ച് വളർത്തുന്നത്. കൈവെള്ളയിൽ ഏത് അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ കൈയുടെ വെള്ളയിലാണ് വെച്ച് വളർത്തുന്നത്. നിൻ്റെ കളർ എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ, നിറം ഏതാന്ന് ചോദിച്ചാൽ നിൻ്റെ അമ്മയ്ക്കറിയും, എനിക്കറിയില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാണെന്ന് ചോദിച്ചാൽ നിൻ്റെ അമ്മയ്ക്കറിയാം, എനിക്കറിയില്ല. പലതും മക്കളുടെ ഇഷ്ടങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അമ്മയ്ക്കാണ് കൂടുതൽ അറിയുന്നത്. മക്കൾ തെറ്റ് ചെയ്തു എന്ന് ഒരമ്മയും സമ്മതിക്കത്തില്ല. അടുത്ത വീട്ടിലെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ മകൻ ഇന്നത് ചെയ്തു അല്ലെ ഇന്ന കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരമ്മയും സമ്മതിക്കത്തില്ല. അമ്മമാരെല്ലാം പറയുന്നത് എൻ്റെ മക്കൾ അങ്ങനെ തെറ്റ് ചെയ്യത്തില്ല എന്ന്. ആ കോടതിയിൽ, അമ്മയുടെ കോടതിയിൽ മക്കൾ എല്ലാം ശുദ്ധന്മാരും ശുദ്ധകളുമാണ്. ഏത് തെറ്റിനും അവർ മാപ്പ് കൊടുക്കുകയും ചെയ്യും. നിൻ്റെ അമ്മയും നിന്നെ വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനൊക്കെ തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചുനാളിൽ നീ ആശുപത്രി കിടന്ന് നിനക്ക് കാൽസ്യം ഡെഫിഷ്യൻസി എന്ന രോഗം ബാധിച്ച് 6 ദിവസം നീ ICU കിടന്നു. കൊച്ചുനാളിൽ നിന്നെയും കൊണ്ട് ആശുപത്രിയിലെ ആ കിടക്കയിൽ കയറിയ അമ്മ നിന്നോടൊപ്പം തന്നെ 6 ദിവസവും ചിലവഴിച്ചു. നിന്നോടൊപ്പമാണ് അമ്മ കിടന്നതും ഉറങ്ങിയതും. 6 ദിവസം അമ്മ മാറിയിട്ടേ ഇല്ല. ഇത് നിൻ്റെ അമ്മയുടെ മാത്രം പ്രത്യേകത അല്ലടാ കിട്ടു. ഇത് എല്ലാ അമ്മമാരും ഇങ്ങനെ. മക്കളെ വളർത്തി വലുതാക്കാൻ ഒരു അമ്മയോളം അപ്പനാവില്ല. മക്കളുടെ സുഖവും ദുഃഖവും എല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നത്, അവരെ വളർത്തിയെടുക്കുന്നത് ഒരു അമ്മയാണ്. അവരുടെ സംസ്കാരം പകരുന്നത്, അവർക്ക് വേണ്ട അറിവ് പകരുന്നത് എല്ലാം അമ്മമാരാണ്. അമ്മ അഴിഞ്ഞേ ഉള്ള അപ്പനൊക്കെ. നിൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട് നിന്നെ ഇന്ന് നിലയിലാക്കി തരാൻ. അതൊക്കെ ഓർക്കുമ്പം ഈ പപ്പ ഒന്നുമില്ല, അമ്മയാണ് നിന്നെ ഇന്നത്തെ ഈ നിലയിലെത്തിക്കാൻ പ്രധാന കാരണം. നീ ഇന്ന് അമ്മയോട് ഒരു 50 രൂപ എന്ന് ചോദിച്ചേ, അമ്മ എന്തെങ്കിലും നിനക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പ്രാവശ്യം? 50 അല്ല 100 എത്ര ആണെങ്കിലും ഇല്ല എന്ന് നിൻ്റെ അമ്മ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോ? അമ്മ എവിടുന്നെങ്കിലും ഉണ്ടാക്കി ആ പണം നിനക്ക് തരും. അമ്മ ഒരു പക്ഷെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് മാറ്റിവെച്ചതായിരിക്കും. അതാണെങ്കിലും നിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും അത് എന്നത്തിനാണെന്ന് പോലും അമ്മ നിന്നോട് ചോദിക്കാറില്ലല്ലോ, നിനക്കങ്ങ് തരികയല്ലേ ഇല്ലേ? അമ്മ എപ്പോഴും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ഈ പൈസ എന്നിട്ട് എടാ എന്നത്തിനാണെന്നോ എവിടെ പോവാണെന്നോ ഒന്നും? അമ്മയ്ക്കങ്ങ് വിശ്വാസം, ഏത് മക്കളെയും അമ്മമാർക്കങ്ങ് അമിത വിശ്വാസം, എൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്യത്തില്ല എന്ന്. ഇതൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മ നിന്നെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ടതും ആ കഷ്ടപ്പാടിൻ്റെ കഥകൾ വളരെയൊന്നും പറഞ്ഞില്ല, സഭ്യമായ ഭാഷയിൽ വേണ്ട രീതിയിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയുടെ അടുത്തോട്ട് പോകുന്നത് ഞാൻ കണ്ടു. അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മയെ ഇതുപോലെ പപ്പ ഇതുപോലൊക്കെ അമ്മയെപ്പറ്റി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ തുടർന്ന് കേൾക്കുന്നതാണേലും.
അപ്പോൾ അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടു. എടാ, നിൻ്റെ പപ്പ പറയുന്നത് ഞാൻ കേട്ടു. അമ്മ എപ്പോഴും മക്കളെ കൈ മലർത്തി അതിലാണ് വെച്ച് വളർത്തുന്നത്. ശരിയാടാ, ഏത് അമ്മയും മക്കളെ വളർത്തുന്ന കൈവെള്ളയെ വെച്ചാൽ താഴെ വെക്കാറില്ല. അവൻ്റെ കാലിൽ മുള്ളു കൊള്ളുമോ, കല്ലിൽ തട്ടുമോ എന്ന് പേടിച്ച് കുഞ്ഞുങ്ങളെ എല്ലാം, എത്ര മക്കളുണ്ടെങ്കിലും, ഒന്നാണെങ്കിലും അധികമാണെങ്കിലും, അമ്മമാരെപ്പോഴും കൈവെള്ളയിലാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ നീ അറിയാത്തൊരു സംഗതിയുണ്ട്. ഒരപ്പൻ കൈ എപ്പോഴും കമിഴ്ത്തിയാണ് പിടിക്കുന്നത്, അതും തലയ്ക്ക് മുകളിൽ. അപ്പൻ്റെ കൈകളെന്നും തലയ്ക്ക് മുകളിൽ കമിഴ്ത്തിയാണ് പിടിക്കുന്നത്. എന്താണെന്നറിയോ? നീ ചൂടറിയരുതേ, നീ മഴ കൊള്ളരുതേ. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഈ കമിഴ്ത്തി കൈ തലയ്ക്ക് മുകളിൽ പിടിക്കുന്നതിന് കരുതൽ. ഒരപ്പൻ്റെ കരുതലിനോടം വരത്തിലടാ മോനെ മലർത്തിപ്പിടിച്ച അമ്മയുടെ കൈ. അതുകൊണ്ട് എന്നെക്കാളും നിൻ്റെ അപ്പനാണ് നിന്നെ കൂടുതൽ കരുതിയതും എല്ലാത്തിനും വളർത്താൻ കഷ്ടപ്പെട്ടതും. നിൻ്റെ അപ്പം പറയുന്നത്, പപ്പ പറയുന്നത് ഞാൻ കേട്ട്, നീ എപ്പോൾ ചോദിച്ചാലും 50 രൂപയൊക്കെ തരത്തില്ലെന്ന്. നീ എന്നോട് ഈ 50 രൂപയൊക്കെ ചോദിക്കുന്ന നിൻ്റെ അപ്പം കേൾക്കുന്നുണ്ട്. നീ അപ്പനോട് ചോദിച്ചാൽ നിനക്കോട്ട് തരത്തുമില്ല. പക്ഷേ പോകുന്ന വഴിക്ക് അപ്പൻ, നിൻ്റെ പപ്പ എൻ്റെ ഒരു 50 100 രൂപ എന്നിട്ട് പറയും, എടി ഇത് വെച്ചോ, കരുതി വെച്ചേക്കണം, ആവശ്യമില്ലാതെ ചിലവഴിക്കരുതെന്ന്. ആ ബോഡി ലാംഗ്വേജും ശരീരഭാഷയും അപ്പൻ്റെ വാക്കുകളും എനിക്ക് തിരിച്ചറിയാവിടാ. എനിക്കറിയാം ആ പൈസ നിനക്ക് തരുന്നതാണ്. ഞാൻ ആ തന്ന പൈസകളൊന്നും മോനെ നിൻ്റെ അമ്മയുടെയല്ല. നിൻ്റെ അപ്പൻ ഇങ്ങനെ പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചോണം, ആർക്കും കൊടുത്തേക്കരുത്, പിള്ളേർക്കൊന്നും കൊടുത്ത് പിള്ളേരെ വഷളാക്കരുതെന്നൊക്കെ പറഞ്ഞു തരുന്ന ആ പണം, ആ വാക്കുകളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലുണ്ടല്ലോ, അവിടെ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം ആ പൈസ നിനക്ക് തരാൻ വേണ്ടി നിൻ്റെ അപ്പൻ തരുന്നതാണ്. ഞാനൊന്നും തന്നിട്ടില്ല മോനെ. അപ്പൻ്റെ കരുതൽ അത് മനസ്സിലാക്കാനുണ്ടല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. നിൻ്റെയൊക്കെ പ്രായത്തിൽ, ഈ 15 തൊട്ട് 25 വരെയുള്ള പ്രായത്തിൽ അപ്പന്മാർ സംസാരിക്കാനൊന്നുമല്ല നിങ്ങൾ പറയുന്നത്, അപ്പം കുരയ്ക്കുകയാണെന്ന് നിങ്ങളൊക്കെ പറയുന്നത് അല്ലേ, അപ്പം ബോന്ന് കരയ്ക്കുന്നൊക്കെ. പക്ഷേ അപ്പൻ്റെ കരുതലിനോടം വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പണമൊക്കെ നിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ തരുന്ന അപ്പൻ തരും. ഈ പണം നിനക്ക് തരുമ്പം അപ്പൻ ധരിച്ചിരിക്കുന്ന ഉടുപ്പൊക്കെ നീ കണ്ടിട്ടുണ്ടോ? നീ ഓടിക്കുന്നത് ഏത് ബൈക്കാ? അപ്പാച്ചി. നിൻ്റെ പപ്പ ഓടിക്കുന്നതോ ഒരു ബജാജിൻ്റെ, പണ്ടത്തെ കാലത്ത് ചവിട്ടി സ്റ്റാർട്ടാക്കണം. നീ ഒന്ന് തൊട്ടാൽ മതി, വേണം സ്റ്റാർട്ടാകും. നീ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എടാ, മക്കളുടെ സന്തോഷം കാണുമ്പോഴാണ് അപ്പൻ വിചാരിക്കുന്നത് അപ്പന് നഷ്ടപ്പെട്ട എന്തൊക്കെയും മക്കളിലൂടെ നേടിയെടുക്കുമെന്ന്. അത് കരുതിയാ ഈ അപ്പം മക്കളെ വളർത്തുന്നത്. നിൻ്റെ അപ്പനും വളർത്തുന്ന അങ്ങനെ. ഇപ്പം ചെള്ളയൊക്കെ ചൊട്ടി വരും, കണ്ണൊക്കെ അകത്തോട്ടൊക്കെ പോവും. പക്ഷേ ആ സൗന്ദര്യം, ഒരു കാലത്ത് സുന്ദരനായിരുന്നു. ഞാൻ കല്യാണമൊക്കെ കഴിച്ചു വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നതും ഈ മക്കൾക്കൊക്കെ വേണ്ടി തന്നെയാണ്. നിനക്കും നിൻ്റെ പെങ്ങൾക്കും വേണ്ടിയൊക്കെ തന്നെ മക്കൾക്ക് കിട്ടേണ്ടിയ. അപ്പനൊരിക്കലും, നിൻ്റെ പപ്പ ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങൾ, ആശുപത്രി ഞാൻ കയറി കിടന്നെന്ന് നിൻ്റെ അപ്പ പറയുന്നത് ഞാൻ കേട്ട്. 6-7 ദിവസം ആ ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പനോട് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെയും കെട്ടിപ്പിടിച്ച് ആശുപത്രിയിൽ ഒരേ കിടപ്പ് കിടന്ന്. ശരിയാ, കാരണം ഞാൻ അമ്മയാണ്. അമ്മ കുഞ്ഞിനോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്നു ദൈവത്തോട്. പക്ഷേ തൊട്ടപ്പുറത്തെ വരാന്തയിൽ ഭിത്തിയിൽ ഒരു കാലും കുത്തി ഒരു കാലിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പം തന്നെ കൊണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്നും പറഞ്ഞു. ആവശ്യക്കാരന് ഔചിത്യബോധമില്ലടാ, ആവശ്യക്കാരന് ഔചിത്യബോധമില്ല. അവൻ ആരോടും ചോദിക്കത്തില്ല. ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പണം വേണം. ആ സമയത്ത് ഓടുന്നത് നിൻ്റെ അപ്പൻ എവിടൊക്കെയാണ് ഓടി, ആരോടൊക്കെയാണ് ചോദിച്ചെന്ന് പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞു. ഒരിക്കലും നിൻ്റെ അപ്പൻ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും പോയി പണം ആവശ്യപ്പെട്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ കെഞ്ചി ഇരന്നു, പട്ടിയെ പോലെ. എന്തിനാണെന്നറിയോ? നിനക്കൊക്കെ വേണ്ടി. നീ അറിഞ്ഞിട്ടില്ലെന്നും. നിനക്ക് എക്സ്കർഷൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പണമൊക്കെ തന്നില്ലേ? എന്തോ എക്സ്കർഷനാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചൂടായില്ലേ? ഒളിച്ചു കൊണ്ടുവന്ന ആ പൈസ എൻ്റെ തന്നെ. അവന് കൊടുത്തേ കേട്ടോ, അവൻ പോട്ടെ, ഞാൻ തന്നാന്ന് നീ പറയാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ആ തന്ന പണമൊക്കെ ഉണ്ടല്ലോ, നീ എക്സ്കർഷനൊക്കെ പോയത് ഊട്ടിയിലൊക്കെ, നിൻ്റെ അപ്പൻ തന്നതാ. എടാ, അപ്പനെ മനസ്സിലാക്കാൻ ഒരു മകനും സാധിക്കത്തില്ല. സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാം? അവനൊരപ്പനാകുമ്പോൾ അവൻ തിരിച്ചറിയും ഒരപ്പന എന്താണെന്ന്. നിൻ്റെ അപ്പം പറഞ്ഞ പോലെ, നിൻ്റെ അപ്പ പറഞ്ഞ പോലെ നിന്നെ വളർത്താൻ കഷ്ടപ്പെട്ടതൊന്നും ഞാനല്ലടാ, നിൻ്റെ അപ്പൻ തന്നെയാണ്. അപ്പനോളം വരത്തില്ല ഒരമ്മയും, അപ്പനോളം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. അപ്പനോളം വരത്തില്ല ഒരമ്മയും മക്കളെ വളർത്താൻ. പക്ഷേ അവരവരുടെ ഈ
ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും മക്കളോട് പറയില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പൻ കരയുന്നത് നീ കണ്ടിട്ടില്ല. നിനക്ക് അപ്പൻ കരയുന്നത് കാരണങ്ങളുണ്ട്. ഇടയ്ക്കൊക്കെ പോയി വാഷ് ബേസിൽ പപ്പ മോൻ കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് മുമ്പുള്ള സംഭവം അറിയില്ല മോനെ. ഒരപ്പൻ കരയുന്നത് ആരെ അറിയിക്കില്ല. അപ്പം കരയില്ല. അപ്പൻ ഉരുകാറേ ഉള്ളൂ, മെഴുകുതിരി ഉരുകുന്ന പോലെ. അതുകൊണ്ട് നീ ചോദിച്ചില്ലേ എന്നെ വളർത്താൻ മമ്മി ഒത്തിരി കഷ്ടപ്പെടും. മമ്മിയല്ലടാ, ആ പപ്പ, നിൻ്റെ പപ്പ, നിൻ്റെ അപ്പൻ അത്രത്തോളം വരത്തില്ല മോനെ ഈ മോൻ. ഞാൻ അമ്മയെ പറയുന്നതൊക്കെ ഞാൻ കേട്ട് ഞാൻ എന്തോ പറയാനാ. അമ്മ പറയുന്നതിൽ സത്യമില്ലേ? അല്പം സ്വല്പം സത്യമുണ്ടല്ലേ? ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുരം.